വരുന്ന ആഴ്ചയിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട TCSന്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. TCS കൂടാതെ IT സെക്ടറിലെ മറ്റ് ചില കമ്പനികളെയും ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ആഴ്ച ശ്രദ്ധിക്കാവുന്നതാണ്. ഏപ്രിൽ 18-ാം തീയതി ഇൻഫോസിസിൻ്റെയും ഏപ്രിൽ 19-ാം തീയതി വിപ്രോയുടെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. ടയർ 1 കമ്പനിയായ ടെക് മഹീന്ദ്രയുടെ ക്വാർട്ടർലി റിസൾട്ട് ഏപ്രിൽ 25-ാം തീയതിയും HCL ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഏപ്രിൽ 26-ാം തീയതിയുമാണ് പുറത്തുവരിക. ഇനി വരുന്ന ആഴ്ച ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഡേ വൈസ് ശ്രദ്ധിക്കേണ്ട ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഏപ്രിൽ 15-ാം തീയതി GTPL ഹെൽത്ത് ആറ്റം വാൽവ്സ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. ഏപ്രിൽ 16-ാം തീയതി ക്രിസിൽ ലിമിറ്റഡ്, ഡെൻ നെറ്റ്വർക്ക്സ്, ലോട്ടസ് ചോക്ലേറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. ഏപ്രിൽ 17-ാം തീയതി ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ്, ഏഞ്ചൽ വൺ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ഹത്വേ കേബിൾ ആൻഡ് ഡേറ്റാകോം ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് പുറത്തുവരിക. ഏപ്രിൽ 18-ാം തീയതി പ്രധാനമാണ് ഇൻഫോസിസ്, ബജാജ് ഓട്ടോ, മാസ്റ്റെക്, HDFC ലൈഫ് ഇൻഷുറൻസ്, ICICI സെക്യൂരിറ്റി, സ്വരാജ് എഞ്ചിൻസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. ഏപ്രിൽ 19-ാം തീയതി വിപ്രോ, ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അമൽ ലിമിറ്റഡ്, എൽക്കോൺ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. ഏപ്രിൽ 20 ശനിയാഴ്ച HDFC ബാങ്കിൻ്റെയും ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമർ ലിമിറ്റഡിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. ഇനി TCS പോലെ തന്നെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ആനന്ദ് റാട്ടി വെൽത്ത് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആനന്ദ് റാട്ടി 3.6% ഉയർന്ന് 4050 ക്ലോസിംഗ് നൽകി. 16,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 80.10, ഡിവിഡൻഡ് ഈൽഡ് 0.25%, 52 വീക്ക് ഹൈ 4125, 52 വീക്ക് ലോ 806. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 123% റിട്ടേണും 5 വർഷം കൊണ്ട് 600% റിട്ടേണുമാണ് നൽകിയത്. ആനന്ദ് റാട്ടിയുടെ ക്വാർട്ടർലി റിസൾട്ടും മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ മാർച്ച് ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 33% വർദ്ധിച്ച് 57 കോടിയായി മാറി. മാർച്ച് ക്വാർട്ടറിൽ ആനന്ദ് റാട്ടിയുടെ റവന്യൂ 34% വർദ്ധിച്ച് 197 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഇനി എൻ്റയർ 2024 ഫിനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റ് 34% വർദ്ധിച്ച് 226 കോടിയും റവന്യൂ 25% വർദ്ധിച്ച് 782 കോടിയുമായി മാറി. ആനന്ദ് റാട്ടി 14 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ 14 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻഡും 5 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാന കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് കൂടി കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം നടത്തിയിട്ടുണ്ട്. അതായത് ആനന്ദ് റാട്ടി എന്ന കമ്പനി ബൈബാക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3.7 ലക്ഷം ഷെയറുകൾ, അതായത് ടോട്ടൽ ഇഷ്യൂ ചെയ്ത 0.88% ഷെയറുകളാണ് 4450 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി തിരികെ വാങ്ങുന്നത്. 164 കോടി രൂപയുടെ ബൈബാക്കാണ് ആനന്ദ് റാട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആനന്ദ് റാട്ടിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 82% വർദ്ധിച്ച് 59,351 കോടിയായി ഉയരുകയും ചെയ്തു. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ആനന്ദ് റാട്ടി എന്ന കമ്പനിയിലെ നെറ്റ് ഇൻഫ്ലോ 41% വർദ്ധിച്ച് 7,182 കോടിയും ഇക്വിറ്റി സെഗ്മെൻറ്റിലെ നെറ്റ് ഇൻഫ്ലോ 47% വർദ്ധിച്ച് 4,628 കോടിയുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ക്ലയൻറ്റ് അട്രിഷൻ റേറ്റ് 1% രേഖപ്പെടുത്തുകയും ചെയ്തു. ആനന്ദ് റാട്ടി വെൽത്ത് സർവീസ് എന്ന കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറും അതുപോലെ തന്നെ ചില ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂട്ടറായും പ്രവർത്തിക്കുന്നു. ആനന്ദ് റാട്ടി എന്ന സ്റ്റോക്ക് 4,000 ക്ലോസിംഗ് നൽകി. 4,450 രൂപയുടെ ബൈബാക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അപ്സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതേസമയം 4,125 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, 4,125 ബ്രേക്ക് ചെയ്താലാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഏകദേശം 350 മുതൽ 500 പോയിൻറ്റിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാനാവുക. സ്റ്റോക്കിലൊരു കറക്ഷനാണ് വരുന്നതെങ്കിൽ 3,750 എന്ന ലെവൽ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് RVNLുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ RVNL 0.4% വർദ്ധിച്ച് 261 ക്ലോസിംഗ് നൽകി. 54,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.5, ഡിവിഡൻഡ് ഈൽഡ് 0.8%, 52 വീക്ക് ഹൈ 345, 52 വീക്ക് ലോ 72. RVNL എന്ന കമ്പനിക്ക് നോർത്ത് ഫ്രോണ്ടിയർ റെയിൽവേയുടെ സൈഡിൽ നിന്നും 76 കോടി രൂപയുടെ പ്രോജക്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം RVNL എന്ന സ്റ്റോക്കിൽ വന്ന അപ്ഡേറ്റാണ്. 25 kV ലൈനുകളുടെ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ, ഡിസൈൻ, സപ്ലൈ, ടെസ്റ്റിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ് നോർത്ത് ഫ്രോണ്ടിയർ റെയിൽവേയുടെ സൈഡിൽ നിന്നും RVNL എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്.
96 കോടി രൂപയുടെ പ്രോജക്റ്റ് 240 ദിവസത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള നിബന്ധനയോടുകൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. RVNL എന്ന കമ്പനി റെയിൽവേ ലൈനുകളുടെ ഡബ്ലിംഗ്, ഗേജ് കൺവെർഷൻ, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ, മെട്രോ പ്രോജക്റ്റ്, വർക്ക്ഷോപ്പ്, മേജർ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ വർക്കുകൾ ചെയ്യുന്ന റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 6.24% ഇടിഞ്ഞ് 388 കോടിയും നെറ്റ് റവന്യൂ 6.4% ഇടിഞ്ഞ് 4689 കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. RVNL 260 ട്രേഡ് ചെയ്യുന്നു. 270 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 270 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 300, 320 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 225 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണും ബൈയിങ് സോണുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്